തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ നമ്മളാക്കണമെങ്കിൽ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ കൂടെ ദൈവം മാത്രമേ എപ്പോഴും കാണുകയുള്ളൂ. അല്ലാത്തവരൊക്കെ എല്ലാവരും ആവശ്യങ്ങൾക്കും അല്ലാതെ ഒക്കെ കാണും. എന്നാൽ മുഴുവനായി നമ്മൾ ദൈവസാന്നിധ്യം അനുഭവിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടേതായ ആ ധൈര്യത്തിലും ബലത്തിലും ശക്തിയിലും മുൻപോട്ട് പോകാൻ സാധിക്കും. അത് ദൈവിക ഇടപെടലാണ്, ദൈവിക ശക്തിയാണ്. നമ്മൾ അബദ്ധങ്ങളൊന്നും ചെയ്യാതെ അബദ്ധങ്ങളൊന്നും പറയാതെ ഇരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കരുണയും കൃപയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ അവനെ നോക്കി, നിൻ്റെ ഈ ബലത്തോടെ പോകാൻ നീ ഇസ്രായേലിനെ മിദ്യാനികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു. ഗിദെയോൻ ഒരു സംഭവമാണ്. ആ ഗിദെയോനെ ദൈവം കൊടുക്കുന്ന ഒരു ശക്തിയുണ്ട്. പക്ഷെങ്കിൽ അവന് ഭയപ്പെടുകയാണ്. അവനോട് യഹോവയായ ദൈവമായി അരുളി ചെയ്യുന്നത്, ഈ വചനത്തിലൂടെ നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹത്തിൻ്റെ മാസമാണ്. ജൂലൈ മാസം വ്യക്തിപരമായ ഒരു അനുഗ്രഹത്തിൻ്റെ മാസമാണ്. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് പകരപ്പെടുന്നതാണ്. അത്ഭുത ശക്തിയോടെ മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. ഗിദെയോൻ പറയുകയാണ്, ഐ ആം നോട്ട് ക്വാളിഫൈഡ്, ഞാൻ യോഗ്യനല്ല. മൈൻഡ് സെറ്റ് കീപ് ഹിം ഫ്രം ഹിസ് ഡെസ്റ്റിനി. അവൻ്റെ ദൗത്യത്തിൽ നിന്നും അവനുള്ളതിൽ നിന്നും അവൻ മാറി നിൽക്കുകയാണ്. ഗിഡിയോൻ സ്റ്റോപ്ഡ് റണ്ണിങ്, ഫേസ് ഹിസ് ഫിയേഴ്സ്, കൺഫ്രണ്ട് ഇൻ ഹിസ് ഇൻസെക്യൂരിറ്റീസ് ആൻഡ് ബിക്കേം എ ഹീറോ ഓഫ് ഫെയ്ത്ത്. അവൻ്റെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളിൽ നിന്നൊക്കെ വിടുതൽ നൽകിയിട്ട് അവനൊരു വിശ്വാസത്തിൻ്റെ ഒരു നായകനായി അവൻ മാറുകയാണ്. ബട്ട് യു ഡോണ്ട് സ്പ്രിങ് ബാക്ക് ബിക്കോസ് ഇറ്റ്സ് ഹാർഡ്. ഇത് പ്രയാസമാണെന്ന് പറഞ്ഞാൽ നീ പുറകോട്ട് മാറരുത്, മുന്നോട്ട് നീങ്ങിക്കണം. നീ മുന്നോട്ട് പോയിക്കണം. അതിനെ പൂർണ്ണമാക്കപ്പെടുന്ന ദൈവമാണ്. ഡോണ്ട് ഗോ 10 years ലിവിങ് ബിലോ യുവർ പൊട്ടൻഷ്യൽ. ഒരു 10 വർഷം കൂടെ നിന്നെക്കൊണ്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ ഒരു ബലത്തിൽ, ആ ഒരു ശക്തിയിൽ നീ പോകാനായിട്ട് നിനക്ക് സാധിക്കണം. ബിക്കോസ് യു ഡിഡ്ന്റ് വാണ്ട് ടു ഡു ദ ഹാർഡ് തിങ്. നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നെ തന്നെ സൂക്ഷിച്ച് എപ്പോഴും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആ ശക്തി ഗിദെയോൻ അവസാനം പതറിപ്പോകുന്നതും പാളിപ്പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവനെ സൂക്ഷിക്കാതെ വിട്ടു. അവനവനെ സൂക്ഷിച്ച് ശക്തിയോടെ മുൻപോട്ട് നിൽക്കുമ്പോൾ ആ ദൈവശക്തി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആ ശക്തിയിൽ ദൈവം നിൻ്റെ മേൽ ശക്തി പകർന്നിട്ടുണ്ട്, ദൈവം നിൻ്റെ മേൽ കൃപ പകർന്നിട്ടുണ്ട്. ആ കൃപയുടെ ശക്തിയിൽ നീ മുൻപോട്ട് നീങ്ങിക്കൊള്ളും. അതിന് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് മാത്രമല്ല, ഈ മാസങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ പുതിയ ശക്തിയും പുതിയ ബലവും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ തന്നെ വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ച് അനുദിന ജീവിതത്തിൽ ശക്തിയോടെ നിൻ്റെ ശബ്ദം കേട്ട് മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളണമേ. ഞങ്ങളെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിലായിട്ടുള്ളവർ, വിശ്രമ ജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരുണ, കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു.